എന്തൊക്കെ ചെയ്തിട്ടും തടി കുറയുന്നില്ലേ? തടി കുറഞ്ഞാലും കുടവയറ് മാത്രം കുറയുന്നില്ലേ? മുഖമൊന്ന് ഒതുങ്ങിയാലും ഡബിൾ ചിന്ന് മാത്രം പോകുന്നില്ലേ? ചായ ഒഴിവാക്കി അത് നടക്കാൻ തുടങ്ങി, അധികം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, എന്നിട്ടും എൻ്റെ ഈ ബെല്ലി ഫാറ്റ് പോകുന്നില്ല. ഈ ഫാറ്റ് അക്യുമുലേഷന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല അതിനെ എഫക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ജീവിതശൈലിയും ബാക്കി കുറേ കാര്യങ്ങൾ അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും തടി കുറയുന്നില്ലേ? തടി കുറഞ്ഞാലും കുടവയറ് മാത്രം കുറയുന്നില്ലേ? മുഖമൊന്ന് ഒതുങ്ങിയാലും ഡബിൾ ചിന്ന് മാത്രം പോകുന്നില്ലേ? പലരും പറയുന്ന ഒരു പ്രശ്നമാണ്. എന്ത് ഡോക്ടറെ, ഞാൻ ചായ ഒഴിവാക്കി അത് നടക്കാൻ തുടങ്ങി, അധികം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, എന്നിട്ടും എൻ്റെ ഈ ബെല്ലി ഫാറ്റ് പോകുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഫാറ്റ് അക്യുമുലേഷന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല അതിനെ എഫക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ജീവിതശൈലിയും ബാക്കി കുറേ കാര്യങ്ങൾ അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഈ തടി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നത് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഈ തടി ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് ആളുകൾ ചെയ്യുന്ന കുറേ മണ്ടത്തരങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം, എന്നാലല്ലേ അത് ചെയ്യാതിരിക്കുള്ളൂ. ഒന്നാമത്തതാണ് ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നത്. അതായത് ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാതിരിക്കും. മെയിനായിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, ഉച്ചയ്ക്ക് അതായത് ലഞ്ചിന് സാലഡ്സ് മാത്രം എടുക്കുക, അല്ലെങ്കിൽ രാത്രി ഫാസ്റ്റിംഗ് ഇരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് നമ്മൾ തടി കുറയുമോ? ആ ടൈമിൽ ചെറിയൊരു വെയിറ്റ് ലോസ് നമുക്ക് തോന്നാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം കിട്ടില്ല. എങ്ങനെ കിട്ടാതെ വരുമ്പോൾ എന്താണ്, നമ്മളുടെ ബോഡി വിചാരിക്കും എന്തോ ഒരു എമർജൻസി സിറ്റുവേഷനാണ്, എന്തോ ഒരു സ്കേഴ്സിറ്റി ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളുടെ ബോഡി സർവൈവൽ മോഡിലേക്ക് പോകും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പിന്നീട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അതൊക്കെ ഫാറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുക. അപ്പം നമ്മൾ വീണ്ടും തടി വയ്ക്കാനുള്ള ചാൻസാണുള്ളത്. രണ്ടാമത്തതാണ് ക്രാഷ് ഡയറ്റ്. അതായത് 3 നേരം സാലഡ്സ് മാത്രം, അല്ലെങ്കിൽ ഇത്ര ദിവസം സാലഡ്സ് മാത്രം, അല്ലെങ്കിൽ ജ്യൂസ് മാത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്രാഷ് ഡയറ്റ്. ഇങ്ങനെ ഡയറ്റ് എടുക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ശരിക്കും വെയിറ്റ് ലോസ് അല്ല ഉണ്ടാകുന്നത്, നമ്മളുടെ വാട്ടർ ലോസും അതുപോലെ തന്നെ നമ്മളുടെ മസിൽ ലോസും ആണ് സംഭവിക്കുന്നത്. നമുക്ക് ശരിക്കും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റാണ് ബേണായി കിട്ടുന്നത്. മൂന്നാമത് ചെയ്യുന്നതാണ് സ്പോട്ട് റിഡക്ഷനിൽ വിശ്വസിക്കുന്നത്. അതായത് ഈ ബെൽറ്റ് കെട്ടിയാൽ തടി കുറയും, അതല്ലെങ്കിൽ ഈ ഒരു ക്രീം ബെല്ലി ഫാറ്റിൽ കുറച്ചാൽ ഫാറ്റൊക്കെ ഉരുകി പോകും എന്നുള്ള ഓരോരോ മാർക്കറ്റിംഗ് ട്രിക്സ് നമ്മളത് വിശ്വസിച്ച് പോകുന്നത്. പിന്നെ പലരുടെ ആവശ്യമാണ് നമുക്ക് വേറെ എവിടെയുള്ള ഫാറ്റ് ഒന്നും കുറയണ്ട, പക്ഷേ ബെല്ലിയിലുള്ള ഫാറ്റ് മാത്രം കുറഞ്ഞാൽ മതി, അതായത് വയറ് മാത്രം ഒന്ന് കുറഞ്ഞാൽ മതി, അല്ലെങ്കിൽ മുഖത്തുള്ള ഫാറ്റ് മാത്രം കുറഞ്ഞാൽ മതി എന്നുള്ളതൊക്കെ. അതൊരു കാര്യം അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബോഡി, ഓരോരുത്തരുടെയും ബോഡി ഓരോ മാതിരിയാണുള്ളത്. അതായത് നമ്മളുടെ ബോഡിയിലുള്ള ഫാറ്റ് എവിടെയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാറ്റ് എവിടുത്തെ ഫാറ്റാണോ ബേൺ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മളുടെ ബോഡിയാണ് തീരുമാനിക്കുന്നത്. അടുത്തതാണ് രാത്രി ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അപ്പം തന്നെ കിടന്നുറങ്ങുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ബെല്ലി ഫാറ്റ് പെട്ടെന്ന് കൂടും. പിന്നെ ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ് നൈറ്റ് ക്രേവിങ്സിനെ ഒഴിവാക്കാതിരിക്കുന്നത്. അതായത് രാത്രി ഉറങ്ങാൻ ലേറ്റ് ആയാലോ ഒക്കെ നമുക്ക് ക്രേവിങ്സ് വരും. അപ്പം നമ്മൾ ഒരു ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു ചായയോ എന്നുള്ള രീതിക്ക് ഇങ്ങനെ തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ബിസ്ക്കറ്റൊന്നും ചായയിലോ കുത്തി കഴിക്കുമ്പോഴൊന്നും ഒരു ബിസ്ക്കറ്റിൽ നിൽക്കില്ല, പിന്നെ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ എല്ലാവരും വിശ്വസിക്കുന്നതാണ് എക്സസൈസ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ കഴിക്കുക എന്നുള്ളത്. അതായത് ഒരു 30 മിനിറ്റ് എക്സസൈസ് ചെയ്യും, പിന്നെ 1000 കാലറീസിൻ്റെ ഭക്ഷണം വീണ്ടും എടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് തടി കുറയാനേ പോകുന്നില്ല. അവിടെ ശരിക്കും നമ്മൾ ബേൺ ചെയ്യേണ്ട കാലറീനേക്കാളും കുറച്ച് മാത്രമേ ഭക്ഷണം എടുക്കാൻ പാടുള്ളൂ. ഇത്രയൊക്കെയാണ് ആളുകൾ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ. നിങ്ങൾ ആരും ഇനി ഇങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഇനി ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് പറയാം. നമുക്ക് തടി വെക്കുന്നുണ്ടെങ്കിൽ ആ തടി വെക്കാൻ എന്തായാലും അതിനൊരു മൂല കാരണങ്ങളുണ്ടായിരിക്കും. ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. അതെന്തുകൊണ്ടൊക്കെയാണെന്ന് നോക്കാം. അതൊന്നാമത്തതാണ് നമ്മളുടെ മെറ്റബോളിസം ശരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റബോളിസം നടക്കുന്നില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാതെ ഫാറ്റായിട്ട് അവിടെ സ്റ്റോർ ചെയ്യപ്പെടും. രണ്ടാമത്തതാണ് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ, അതായത് PMOS മാതിരിയുള്ള കണ്ടീഷൻസോ അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസോ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തടി കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തതാണ് നമ്മൾക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ കൂടും. അത് കൂടുമ്പോൾ നമ്മളുടെ ബെല്ലി ഫാറ്റും അതിനനുസരിച്ച് കൂടും.
പിന്നെ അടുത്തതാണ് എന്ത്, നമ്മൾക്ക് എന്തെങ്കിലും മലബന്ധം അല്ലെങ്കിൽ നമ്മളുടെ ഡൈജഷൻ ദഹന പ്രക്രിയ ശരിയായിട്ടില്ലെങ്കിലും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ബ്രേക്ക് ഡൗൺ ആയാലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു അബ്സോർപ്ഷൻ ആയാലും ശരിയായ രീതിയിൽ നടക്കില്ല, അപ്പോഴും തടി കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അടുത്തതാണ് സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലുള്ളവർക്ക്, അതായത് നമ്മൾക്ക് അധികം മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് ജോലി ചെയ്യുന്നവർ, അവരിലൊക്കെയാണ് കൂടുതലായിട്ട് എന്ത് ഒബേസിറ്റി കണ്ടുവരുന്നത്. ഇങ്ങനെയുള്ളവർക്ക് മൂവ്മെൻറ്റ്സ് കൂടുതൽ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണമൊക്കെ നമ്മൾ ഫാറ്റായിട്ട് അവിടെ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ നിന്ന് തന്നെ ആയിട്ടും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തതാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എംപ്റ്റി സ്റ്റൊമക്കിൽ ചൂടുവെള്ളം കുടിക്കുന്നത്. ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അങ്ങനെ കുടിക്കുമ്പോൾ നമ്മളുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളുടെ ഡൈജഷനെ ഇമ്പ്രൂവ് ചെയ്യിക്കാനും സഹായിക്കുന്നതാണ്. അതിൽ നമ്മൾ കുറച്ച് ഇഞ്ചിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങയോ ജീരകമോ എല്ലാം ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. രണ്ടാമത്തതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ് പ്ലേറ്റ് റൂള്. അതെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ 4 ഭാഗിച്ചിട്ട്, ആ ഒരു പ്ലേറ്റ് നമ്മൾ 4 ഭാഗിച്ചിട്ട് അതിൻ്റെ പകുതി നമ്മൾ പച്ചക്കറികൾ ഉൾപ്പെടുത്തുക. അതിൻ്റെ കാൽഭാഗത്ത് നമ്മൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ബാക്കി വരുന്ന ഭാഗത്ത് മാത്രം കാർബ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രോട്ടീൻ ആൻഡ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ നമ്മൾ മുളപ്പിച്ചിട്ടുള്ള പൾസസ്, അതുപോലെ തന്നെ പാല് അല്ലെങ്കിൽ ഗ്രീക്ക് യോഗേർട്ട്, ഇതൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പ്രോട്ടീന് കൂടുമ്പോഴാണ് നമ്മളുടെ ഫാറ്റ് മെറ്റബോളിസം മെച്ചപ്പെടുന്നത്. മൂന്നാമത് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ശരീരത്തിനൊരു മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നത്. ഡെയിലി നമ്മൾ നടക്കുക, ഒരു 45 മിനിറ്റൊക്കെ ഒരു ബ്രിസ്ക് വാക്ക് നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ നമ്മളുടെ ബോഡീൻ്റെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരു ഫാറ്റിൻ്റെ ബേണിംഗ് ഒക്കെ നന്നായിട്ട് നടക്കുന്നതുമാണ്. അടുത്തതാണ് നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കുന്നത്. ഒരു 7-8 മണിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഭക്ഷണം കഴിക്കുക. അതായത് ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കണം. അത് പെട്ടെന്ന് നമുക്ക് ദഹിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ വേണം കഴിക്കാൻ. അങ്ങനെ കഴിച്ചിട്ട് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ കഴിഞ്ഞിട്ട് മാത്രം കിടക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഡൈജഷൻ ആണെങ്കിലും ശരിയായ രീതിയിൽ നടക്കുകയും ചെയ്യും. നമ്മൾ ഉറങ്ങുമ്പോഴേക്കും ഫാറ്റായിട്ട് ഡെപ്പോസിഷൻ നടക്കുകയും ഇല്ല. അഞ്ചാമത്തതാണ് ഷുഗർ കട്ട്. നമ്മളുടെ ഫേസിൻ്റെ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വലിയൊരു ഫാക്റ്റാണ് ഷുഗർ കട്ട് ചെയ്യുന്നത്. നമ്മളൊരു 15 മുതൽ 30 ദിവസം വരെ ഒരു ഷുഗർ കട്ട് ഫോളോ ചെയ്തൊക്കെ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മൾ ഈ ബേക്കറി ഐറ്റംസ്, പഞ്ചസാര യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ കഴിക്കുന്നത്, പാക്കഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കഴിക്കുന്നത്, ഇതൊക്കെ ഒഴിവാക്കുക. ഇതൊക്കെയാണ് ഷുഗർ കട്ടിൽ പെടുന്നത്. 30 ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് നമ്മളുടെ തടി ഒന്ന് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇനി വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തത്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുന്നത്. രണ്ടാമത്തത്, നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പം സ്റ്റെയർ ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് കയറുക, അതായത് ലിഫ്റ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ സ്റ്റെപ്പ് കയറുക. അത് നമ്മുടെ ബോഡിക്ക് ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കും. മൂന്നാമതാണ് നമ്മൾ ഈ മീൽസിനിടയിലുള്ള ഒരു സ്നാക്കിംഗ് പരിപാടി ഒഴിവാക്കുക. നാലാമത്തതാണ് എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക, അതായത് യോഗ പോലെ അല്ലെങ്കിൽ സൂര്യ നമസ്കാരം പോലെ അല്ലെങ്കിൽ സ്ക്വാഡ്സ് അല്ലെങ്കിൽ പ്ലാങ്ക്, ഇതൊക്കെ ഒരു 20-30 മിനിറ്റ് എന്നും ചെയ്യുന്നത് നല്ലതാണ്. ഈ വെയിറ്റ് ലോസിന് സഹായിക്കുന്ന കുറച്ച് വൈറ്റമിൻസ് ഉണ്ട്. അത് വൈറ്റമിൻ ഡി അല്ലെങ്കിൽ B12 അല്ലെങ്കിൽ അയൺ, മാഗ്നീഷ്യം ഒക്കെ. ഇതിൻ്റെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറോടെ കൺസൾട്ട് ചെയ്തിട്ട് അതിനായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വെയിറ്റ് ലോസിന് സഹായിക്കുന്ന 3 ചായകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തതാണ് നമ്മളുടെ ഈ ചെമ്പരത്തിപ്പൂ, ഹിബിസ്കസ് ടീ, ചെമ്പരത്തിപ്പൂ ചായ. ഇത് നമ്മളുടെ ഒരു വാട്ടർ റിട്ടൻഷനെ കൂട്ടുകയും അതുപോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു മെറ്റബോളിസം നല്ല രീതിക്ക് നടക്കാനും സഹായിക്കുന്നതാണ്. രണ്ടാമത്തതാണ് ഇഞ്ചി ചായ. ജിഞ്ചർ ടീ എന്ന് പറയും. അത് നമ്മളുടെ ഡൈജഷനെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ സഹായിക്കും. നമ്മളുടെ ഡൈജഷനെ കൂട്ടാനും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഫാറ്റായിട്ട് സ്റ്റോർ ആവാതെ നിൽക്കാനും സഹായിക്കുന്നതാണ്. മൂന്നാമത്തതാണ് നമ്മളുടെ നോർമൽ കട്ടൻ ചായ അല്ലെങ്കിൽ ബ്ലാക്ക് ടീ. ഇത് നമ്മളുടെ മെറ്റബോളിസത്തിനെയും നമ്മളുടെ ഒരു അലേർട്ട്നെസ്സിനെയും മാറ്റാൻ സഹായിക്കുന്നുണ്ട്. നമ്മൾ എനർജറ്റിക് ആയിട്ട് ഇരിക്കാനും സഹായിക്കും. ഈ ചായകളൊക്കെ നമ്മൾ മധുരം ഇടാതെ കുടിക്കുന്നതാണ് നല്ലത്. ഈ ചായകൾ മാത്രം കുടിച്ചത് കൊണ്ട് മാത്രം നമ്മൾ വെയിറ്റ് കുറയില്ല. നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും എല്ലാം കൂടെ ഒന്ന് ഫോളോ ചെയ്താൽ നമുക്ക് വെയിറ്റ് സുഖമായിട്ട് കുറയ്ക്കാവുന്നതേ ഉള്ളൂ. തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പട്ടിണി കിടക്കാതിരിക്കുക. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള
എന്താണ് മാർക്കറ്റിംഗ് ട്രിക്സിലൊന്നും പോയി വീഴാതെ ഇരിക്കുക. ഇന്നത്തെ കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.